യു കെയിലായിരുന്നെങ്കിൽ എനിക്ക് ഇത് ചിന്തിക്കാൻ വയ്യ, ചിലപ്പോൾ ഇത് ഏത് റൂട്ടിലോട്ട് പോയതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാറുണ്ട്. നന്നായി ഞാൻ ഇന്ത്യ ചൂസ് ചെയ്തിരുന്ന് പെട്ടെന്ന് പ്രസവിക്കാനാണെങ്കിൽ യു കെ ബെറ്റർ തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ, വൺസ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ യു കെ നല്ലൊരു ഓപ്ഷൻ അല്ല. ഇന്ത്യയിൽ പ്രസവിക്കാതെ ഇന്ത്യയിൽ പോയി പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിസ കിട്ടുമോ, അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലുകാരുടെ അശ്രദ്ധ മൂലം സിസേറിയനായി കോംപ്ലിക്കേഷൻ ആയ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അഫ്സാന, ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് പേര് എന്റെ പ്രഗ്നൻസി സീരീസും ബർത്ത് വ്ലോഗും കണ്ടിട്ട് എനിക്ക് DM ചെയ്തായിരുന്നു, വൈ ഐ ചൂസ് ഇന്ത്യ ഓവർ UK ഫോർ ഡെലിവറി എന്ന് ചോദിച്ചിട്ട്. സോ ഇന്ത്യ ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ഫാക്ടേഴ്സ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം ഉപരി മെയിൻ ആയിട്ട് ഒരു ഫാക്ടർ ഉണ്ട്. അതെന്താന്ന് വെച്ചാല്, നമ്മുടെ കുഞ്ഞിനെ ജന്മം നൽകുക എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ മൊമെന്റ് ആണ്. ആ ഒരു മൊമെന്റ് എനിക്ക് എന്റെ പ്രിയപ്പെട്ടവര്, എസ്പെഷ്യലി എന്റെ പാരന്റ്സ്, എന്റെ സിബ്ലിങ്സ്, ഇവരെല്ലാം എന്റെ അടുത്ത് വേണം എനിക്ക് അതിൽ നിർബന്ധം ഉണ്ടായിരുന്നു. അവർക്ക് അവരുടെ ഗ്രാൻഡ് ചൈൽഡിനെ അവർ ആദ്യമായിട്ട് കാണാൻ പോവാണ്. അപ്പം ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒരു മൊമെന്റ് ആണ്. എസ്പെഷ്യലി അവര് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആകെ അവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്ന ഒരു പക്ഷേ ആ ഒരു ഇത് കിട്ടത്തില്ല, കാരണം രണ്ടുപേരെ കൊണ്ടുവരാൻ പറ്റത്തില്ല, എന്റെ സിബ്ലിങ്സിനൊന്നും വരാൻ പറ്റില്ല. സോ നാട്ടിലാണെങ്കിൽ എനിക്ക് എല്ലാവരും എന്റെ ചുറ്റിനും ഉണ്ടാവും. സോ എനിക്ക് കുറച്ചും കൂടെ ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ത്യ മെയിൻ ആയിട്ട്, വേറെ ഒരുപാട് റീസൺ ഉണ്ട്, പക്ഷെ മെയിൻ റീസൺ ഇതാണ്. എനിക്ക് ആ ഒരു മൊമെന്റ് അവർക്ക് കൊടുക്കണം, ഗിഫ്റ്റ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, ദാറ്റ് വാസ് വൺ ഓഫ് മൈ ബെസ്റ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ് എന്ന് പറയാം. ഇനി ബാക്കി കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഞാൻ ഇന്ത്യ ചൂസ് ചെയ്തത്. അത് എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്, എന്റെ ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സിന്റെ എക്സ്പീരിയൻസും കൊണ്ടും കൂടെ ആണ് ഞാൻ ഇത് പറയുന്നത്. ഞാൻ ചുമ്മാതെ ജഡ്ജ് ചെയ്യുകയല്ല. സോ നമ്പർ 1 എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, UK ട്രീറ്റ്മെന്റ് ഫ്രീ ആണ്, ഇന്ത്യയിൽ ഗവൺമെന്റ് ആണെങ്കിൽ ഫ്രീ ആണ്, അല്ലാതെ നമ്മൾ പ്രൈവറ്റ് ആണ് ചൂസ് ചെയ്യുന്നെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ്. സോ ഞാൻ പ്രൈവറ്റ് ആണ് ചൂസ് ചെയ്തത്. എസ്പെഷ്യലി കിംസ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പൊ അറിയാം, നല്ല എക്സ്പെൻസീവ് ആണ്. അത്യാവശ്യം നല്ല കോസ്റ്റ് എനിക്ക് ആയിട്ടുണ്ടായിരുന്നു എന്റെ പ്രസവത്തിന്. പക്ഷെ നമ്മള് ഈ ഫ്രീ മാത്രം നോക്കിയാൽ പോരല്ലോ, അതിന്റെ ഒരു ക്വാളിറ്റിയും കൂടെ നോക്കണമല്ലോ. നമുക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ. അതിപ്പോ എത്ര പൈസ അല്ലല്ലോ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. സോ UK ഫ്രീ ആണ്, പക്ഷേ അതിന് അതിൻ്റെതായ ഡ്രോബാക്സുകളും ഉണ്ട്. ചില ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ഡെലിവറി അടിപൊളിയാണ്, നല്ല രീതിയിൽ അവർ ടേക്ക് കെയർ ചെയ്യും, നല്ല രീതിയിൽ ചെയ്യും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുറെ സ്ഥലങ്ങളിൽ നല്ല ബാഡ് എക്സ്പീരിയൻസ് എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു 7 month വരെ ഞാൻ ഇവിടെയാണല്ലോ കാണിച്ചത്. എനിക്ക് അങ്ങനെ തെറ്റായിട്ടൊന്നും പറയാനില്ല. പക്ഷെ നമ്മൾ ഡെലിവറിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. ഇപ്പം എൻ്റെ ആൻഡ് ഇവിടുത്തെ ഡോക്ടറാണ്. സോ ഞാൻ ഒരുപാട് പേരെടുത്ത് ഒപ്പീനിയൻ എടുത്തിട്ട് ആയിരുന്നു ഞാൻ ഇന്ത്യയിൽ പോകണമെന്ന് തീരുമാനിച്ചത്. സോ എൻ്റെ ആൻഡ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, പെട്ടെന്ന് പ്രസവിക്കാനാണെങ്കിൽ UK ബെറ്റർ തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ, വൺസ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ UK നല്ലൊരു ഓപ്ഷൻ അല്ല എന്ന് എൻ്റെ ആൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. നമുക്ക് നമ്മളുടെ ലക്കിനെ അങ്ങനെ ഇതാക്കാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ എന്ത് ചെയ്യും? പിന്നെ ഇതേ സെയിം സമയത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഞാൻ കേട്ടു, നല്ല എക്സ്പീരിയൻസസ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. പെട്ടെന്ന് പോയി പ്രസവിച്ച് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടി വന്നവരെ എനിക്കറിയാം. അല്ലാണ്ട് പോയിട്ട് പ്രസവിക്കാൻ വേണ്ടി പോയിട്ട് ഹോസ്പിറ്റലുകാരുടെ അശ്രദ്ധ മൂലം സിസേറിയനായി കോംപ്ലിക്കേഷൻ ആയ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അതായത് അവർ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് 24 അവറിനുള്ളിൽ ചെയ്യാനുള്ളതിന് അവർ ഡിലേ ആക്കി, ബെഡില്ലാണ്ട്. അത് കാരണം കോംപ്ലിക്കേഷൻ വന്നു, പുഷ് ചെയ്തുവിടാത്ത അവസ്ഥ വന്നു. പിന്നെ ഹൈ റിസ്ക് സിസേറിയൻ ആണ് ചെയ്തത്. അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള കുറെ എക്സ്പീരിയൻസസ് എൻ്റെ സർക്കിളിലുള്ളവർ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നല്ല നല്ല എക്സ്പീരിയൻസസും ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഞാൻ ഡ്രോബാക്സ് മാത്രമായിട്ട് പറയുന്നില്ല. ഡിപ്പെൻസ് ഓൺ പേഴ്സൺ, അവരുടെ ലക്ക് അനുസരിച്ചിരിക്കും, ആ ട്രസ്റ്റ് അനുസരിച്ചിരിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. വേറൊരു ഫണ്ണി കാര്യമുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ പോയി, അവര് ഫോളോ ബൾബാണ് വെച്ചത്, ഇൻഡ്യൂസ് ഒട്ടിച്ചൊന്നും കൊടുക്കത്തില്ല. അപ്പം നമ്മൾ ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ അത് ഇറങ്ങി പോകാനുള്ള ഇതൊക്കെ ഉണ്ട്. സോ അങ്ങനെ ഒരു ദിവസം ഇൻഡ്യൂസ് ഒക്കെ ചെയ്തിട്ട് പെയിൻ ഒന്നും വന്നില്ല, വലുതായിട്ട് സർവീക്സ് ഡയലേറ്റ് ആയില്ല.
അപ്പം ഒരു 2 days എന്തോ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ പറഞ്ഞില്ല എനിക്ക് പ്രസവിക്കാൻ പറ്റത്തില്ല, ഞാൻ സിസേറിയന് റെഡിയാണ്, സിസേറിയൻ നോക്കാൻ പറഞ്ഞു. അവൾ തന്നെ അവളുടെ തീരുമാനം പറഞ്ഞു. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് സിസേറിയൻ, നമ്മൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ സിസേറിയൻ അങ്ങനെ പെട്ടെന്ന് പ്രോസസ് ആവൂലല്ലോ. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, എങ്കിലല്ലേ അവർ സിസേറിയൻ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ ഒരു 3 days വെയിറ്റ് ചെയ്തു. കാരണം ആ ഹോസ്പിറ്റലിൽ ആകെ ഒരു ദിവസം 6 സിസേറിയൻ എന്തോ ചെയ്യുള്ളൂ. സോ 3 ദിവസം ഇവള് വെയിറ്റ് ചെയ്തു സിസേറിയന് വേണ്ടിയിട്ട്. അവസാനം വെയിറ്റ് ചെയ്ത് പെയിൻ ഒന്ന് പ്രസവിച്ചു. അങ്ങനെ കുറെ ഫണ്ണി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് നാട്ടിൽ പോവും, എല്ലാവരുടെ കെയർ കിട്ടും, കുറച്ചുകൂടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും. പൈസ എന്നുള്ളൊരു ഫാക്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് നാട്ടിൽ കിട്ടും. ഇവിടെ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതനുസരിച്ചുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ UK-യിലെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വാക്സിനേഷനും എല്ലാം ഫ്രീ ആണല്ലോ, വാക്സിനേഷനൊക്കെ ഫ്രീ ആണ്. ഞാൻ ഇവിടെ വാക്സിനേഷൻ എടുത്തിട്ടില്ല, ഞാൻ കാണിച്ചൊരു മണ്ടത്തരമായിരുന്നു കേട്ടോ. ഞാൻ വാക്സിനേഷൻ എടുത്തില്ലായിരുന്നു, ഫ്ലൂ വാക്സിൻ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു. എന്നിട്ട് ഞാൻ നാട്ടിൽ പോയപ്പം എനിക്ക് ഒരു ഫ്ലൂ വാക്സിന് തന്നെ എനിക്ക് 3500 rupees എന്തോ ഒരു വാക്സിൻ അടുപ്പിച്ചായി. ഇപ്പൊ അല്ലാണ്ട് തന്നെ ഇപ്പൊ ഈ പൈസ ഒരു പ്രശ്നം ആവണമെന്നില്ല. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് UK-ന്ന് ഇന്ത്യയിൽ പോയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു പ്രസവിച്ചത്. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ ചൂസ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ആ ഒരു പോളിഹൈഡ്രാമിനോസ് ആണെന്ന് കണ്ടെത്തിയത്. ഒരുപക്ഷെ ഞാൻ UK-യിൽ ആയിരുന്നു പ്രസവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടൈം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുമ്പോഴായിരിക്കും അവർ കണ്ടുപിടിക്കുന്നത് അത് പോളിഹൈഡ്രാമിനോസ് ആണെന്ന്. കാരണം നമ്മുടെ നാട്ടില് നമുക്ക് ഓരോ മന്ത്, ഇപ്പം 9 monthലൊക്കെ ആകുമ്പോൾ നമുക്ക് ഓരോ ആഴ്ച നമുക്ക് ചെക്കപ്പിന് പോകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും അവർ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും. എന്റെ 9th month സ്കാനിലാണ് എനിക്ക് പോളിഹൈഡ്രാമിനോസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. എന്റെ 8th monthൽ അത് ഇല്ലായിരുന്നു. അപ്പം UK-യിലായിരുന്നെങ്കിൽ ആകെ 2 സ്കാനേ നമുക്കുള്ളൂ, പിന്നെ സ്കാനൊന്നും ഇല്ല. ആ ഒരു ടൈമിൽ ജസ്റ്റേഷനോ ഡയബറ്റിക്സ് ഉള്ളവർക്ക് മാത്രമേ കൺസിഡറേഷൻ ഉള്ളൂ. അല്ലാത്തവരുടെ പിന്നെ സ്കാനും കാര്യങ്ങളൊന്നും ഇല്ല. 40-41 ആഴ്ച വരെയൊക്കെ നമ്മൾ കാത്തിരുന്ന് പ്രസവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു 38, 37, 39 വീക്ക് ആകുമ്പോഴേ ഡോക്ടർ ചിലപ്പോൾ ഇൻഡ്യൂസ് ചെയ്ത് നമ്മളെ പ്രസവിക്കും. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇതൊന്നും ചിലപ്പോൾ അവർ വെയിറ്റ് ചെയ്യത്തില്ല. അതൊരു ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം. ഇവിടെ ആണെങ്കിൽ ഒരു 40, 41 എപ്പോഴാണ് നമുക്ക് നാച്ചുറൽ ആയിട്ട് പെയിൻ വരുന്ന അപ്പൊ പ്രസവിക്കാൻ അവർ എൻകറേജ് ചെയ്തോളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവർ വിളിക്കത്തുള്ളൂ. ഇപ്പം എൻ്റെ എന്ന് പറയുന്ന പുറമെ എനിക്ക് അങ്ങനെ സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു ഇതുപോലെ പോളിഹൈഡ്രാമിനോസ് ആണെന്ന്. ആ ഒരു സ്കാനിങ്ങിൽ മാത്രമാണ് അവർ കണ്ടുപിടിച്ചത്. ഇവിടെ ആയിരുന്നെങ്കിൽ ഇത് കണ്ടുപിടിക്കത്തുമില്ലായിരുന്നു. ഒരു പക്ഷെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി, പ്രശ്നമായിട്ടായിരിക്കും ഒരു പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പം ഞാൻ നാട്ടിൽ പോയത് ഭയങ്കര അടിപൊളിയായെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നാട്ടിൽ പോയതുകൊണ്ടാണ് എനിക്ക് ആ ഒരു കൺസിഡറേഷൻ കിട്ടിയതും 37ാമത്തെ ആഴ്ച ഇൻഡ്യൂസ് ചെയ്തത്. അത് ഈ ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ 37th വീക്കിൽ ഇൻഡ്യൂസ് ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ മേ ബി അവരൊരു 2 weeks കൂടെ കാത്തിരുന്നേനെ. പക്ഷെ എനിക്ക് അത്രയും എനിക്ക് എൻ്റെ ബേബിക്ക് നല്ല വെയിറ്റ് ആയി തുടങ്ങി. ഇനി ഞാൻ കാത്തിരുന്നു കഴിഞ്ഞാൽ നല്ല അത് ചിലപ്പോൾ സിസേറിയനോ അല്ലെങ്കിൽ അതിലും വലിയ പ്രശ്നത്തിലോട്ട് പോകും. UK-യിലായിരുന്നെങ്കിൽ എനിക്ക് അത് ചിന്തിക്കാൻ വയ്യ. ചിലപ്പോൾ ഇത് ഏത് റൂട്ടിലോട്ട് പോയതിനൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാറുണ്ട്. നന്നായി ഞാൻ ഇന്ത്യ ചൂസ് ചെയ്തിരുന്നു ഞാൻ ഒരു ടൈമിൽ അത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം അപ്പോയിന്റ്മെന്റ്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മളെ UK-യിൽ എന്ന് പറയുന്നത് നമ്മൾ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നന്റ് ആണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഉറപ്പിക്കാനും വേണ്ടി ഒന്നും ഉണ്ടാവത്തില്ല. അവര് നമ്മളെ മിഡ് വൈഫിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് 6th വീക്കിൽ. അത് കഴിഞ്ഞ് നമുക്കൊരു 11th വീക്കോ 12th വീക്കോ, അതായത് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിയാറാവുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് സ്കാനിങ് കിട്ടുന്നത്. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് അറിയാവുള്ളൂ എന്താണ് ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാകര പോലെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും, നേരെ ഡയറക്റ്റ് ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് നമുക്ക് നമ്മളുടെ പ്രഗ്നൻസി ഉറപ്പിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അത് പറ്റത്തില്ല. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ട്യൂബാണോ ഇനി കറക്റ്റ് തന്നെ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രൈവറ്റ് പോയി സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു UK-യിൽ. അങ്ങനെയാണ് ഞാൻ അത് ഉറപ്പിച്ചത്. ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കി കറക്റ്റ് ഉറപ്പിച്ചത് അങ്ങനെയായിരുന്നു. ഈ അപ്പോയിന്റ്മെന്റ്സിൽ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ രണ്ടാമത്തെ സ്കാനിങ്ങിൽ നമുക്ക് ജെൻഡർ അറിയാൻ പറ്റും. സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഹസ്ബൻഡ് കൂടെ കയറാൻ പറ്റും. UK-യിലാണെങ്കിൽ നമ്മളെ ഹസ്ബൻഡിനും കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊന്നും പറ്റത്തില്ല. നമ്മള് ഒറ്റയ്ക്ക് കൊണ്ടുപോയി നമ്മൾക്ക് തന്നെ ചിലപ്പോൾ അവർ കാണിച്ചു തരത്തില്ല സ്കാൻ ചെയ്യുന്നത്. അവര് തന്നെ അവരുടെ സ്ക്രീനിൽ നോക്കി അവർ ഇതാക്കും. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ടോട്ടലി ഓപ്പോസിറ്റ് ആണ്. ആ ഒരു കാര്യങ്ങളിലൊക്കെ നല്ലതാണ്. പ്രസവം എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് വരുന്നതിന് മുന്നേയുള്ള ഫാക്ടേഴ്സ് കുറെയൊക്കെ എനിക്ക് UK അടിപൊളിയായിട്ട് തോന്നിയായിരുന്നു നാട്ടിൽ പോയപ്പോഴത്തേക്ക്. കാരണം നാട്ടിലെന്ന് പറയുമ്പോൾ ഇപ്പൊ കിംസിലൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് 11:30 പറഞ്ഞാലും
ഇതിനിടയിൽ ഡോക്ടർ പല പ്രാവശ്യം എമർജൻസി സിസേറിയൻ പല കാര്യങ്ങൾക്ക് വേണ്ടി പോവും. അപ്പൊ നമ്മൾ മെയിൻ ഡോക്ടറിനാണല്ലോ കാണുന്നത്. ഈ 11:30 അപ്പോയിന്റ്മെന്റ് എത്തിയിട്ട് നമ്മൾ ചിലപ്പോൾ ഡോക്ടറിനെ കാണുന്നത് 3:30 4 മണിക്കോ ആണ്. അപ്പൊ ആ ഒരു 1 ഡേ നമ്മളുടെ പോവാണ്. അതൊക്കെ എനിക്കത് ഭയങ്കര കഷ്ടമായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യും. UK എന്ന് പറഞ്ഞ ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ നമ്മൾ പോകുന്നു, കാണുന്നു, ഇറങ്ങുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരുന്നു. നാട്ടിൽ പോയപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് കരയൊക്കെ ചെയ്തു. എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇത്രയും വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ സമയത്ത് ഞാൻ ഭയങ്കര ഇൻപേഷ്യന്റ് ആയിരുന്നു. എനിക്ക് പേഷ്യൻസ് ഭയങ്കര ലെവൽ ഇച്ചിരി കുറവാണ്. അപ്പം എനിക്കതൊട്ടും പറ്റുന്നില്ലായിരുന്നു. പിന്നെ എനിക്കങ്ങ് ശീലമായി. പിന്നെ പോകുന്നു, അവിടെ ഇരിക്കുന്നു, വൈകിട്ടാവുമ്പം ഡോക്ടറെ കാണുന്നു, വരുന്നു. ഇതായിരുന്നു. രാവിലെ അപ്പോയിന്റ്മെന്റ് എടുക്കും, അവിടെ പോയി രാവിലെ തൊട്ട് ഇരിക്കും, വൈകുന്നേരം ആകുമ്പോൾ ഡോക്ടറെ കണ്ടിട്ട് വരും. അങ്ങനെയായിരുന്നു. നമ്പർ 3, വിസ. ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് വിസയുടെ കാര്യം. അതായത് നമ്മൾ UK പ്രസവിക്കാതെ ഇന്ത്യയിൽ പോയി പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിസ കിട്ടുമോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് ഡിപ്പെൻസ് ഓൺ ഓരോരുത്തരുടെ ഏത് ടൈപ്പ് ഓഫ് വിസ എന്നാണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ പോയി പ്രസവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് സോളിസിറ്ററിനെ വിളിച്ചിട്ട് അഡ്വൈസ് എടുക്കുക എന്നുള്ളതാണ്. വേറെ ആരും അഡ്വൈസ് എടുക്കരുത്. ഇതുപോലുള്ള അറിവുള്ള ആൾക്കാരിൽ നിന്ന് മാത്രമേ അഡ്വൈസ് എടുക്കാവുള്ളൂ. സോ നിങ്ങളത് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ ഈ ഒരു ടൈപ്പ് ഓഫ് വിസയിൽ നാട്ടിൽ പോയി പ്രസവിക്കുന്നതിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ, വിസ കിട്ടുമോ, എന്താണ് കാര്യങ്ങളെന്ന് നിയമവശം നിങ്ങൾ അറിഞ്ഞു വെച്ചിട്ടേ അത് ചെയ്യാവുള്ളൂ. സോ എൻ്റെ ടൈപ്പ് ഓഫ് വിസയിൽ അത് ഫൈനായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ 6 മാസം വരെ നാട്ടിൽ നിന്നായിരുന്നു. കറക്റ്റ് 6 മാസം ആയപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നത്. ബേബിക്ക് എനിക്ക് വിസ കിട്ടിയായിരുന്നു. അല്ലാതെ ചില ജോബ് ടൈപ്പ് ഉണ്ട്. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വിസ ടൈപ്പ് അനുസരിച്ച് അവൾ നാട്ടിൽ പോയി പ്രസവിച്ച കുഞ്ഞിന് വിസ കിട്ടത്തില്ല. അതുകൊണ്ട് ഇവിടെ പ്രസവിച്ചിട്ടാണ് അവർ നാട്ടിലോട്ട് പോയത്. സോ അതെന്നെ പറഞ്ഞ ഒരു ഇതനുസരിച്ചിരിക്കും. നമ്പർ 4, മെയിൻ കാര്യം ഫാമിലി സപ്പോർട്ട്. നമ്മൾ UK പ്രസവിക്കുകയാണെങ്കിൽ നമുക്ക് ഫാമിലി സപ്പോർട്ട് കിട്ടത്തില്ല. അതായത് ഞാൻ ഒരുപാട് കപ്പിൾസിനെ കണ്ടിട്ടുണ്ട് ഹസ്ബൻഡ് വൈഫ് മാത്രമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. എൻ്റെ പൊന്നെ, അത് നമ്മളെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പോസ്റ്റ്പാർട്ടം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് ഭക്ഷണം, കറക്റ്റ് കെയർ, ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് കൊളാപ്സ്ഡ് ആയിപ്പോവും. ഒരുപാട് പേര് ഞാൻ കഷ്ടപ്പെടുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, ഹസ്ബൻഡും വൈഫും കുഞ്ഞും ആദ്യമായിട്ടാണ് അവരും പാരൻസ് ആവുന്നത്. സോ ഭയങ്കര ഹാർഡായിട്ട് സ്ട്രഗിൾ ചെയ്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഒറ്റയ്ക്ക് അല്ലാതെ കുറേ ഷെയർഡ് അപ്പാർട്ട്മെന്റിൽ താമസിച്ച് കഷ്ടപ്പെടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. കാരണം ഭയങ്കര ഹാർഡാണ്. ഇപ്പം എനിക്ക് അത്യാവശ്യം ഭയങ്കര സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലിയുടെ. എന്നിട്ട് പോലും എൻ്റെ പോസ്റ്റ്പാർട്ടം എനിക്ക് ഭയങ്കര ഹാർഡായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഞാൻ അവരെ പറ്റി ഞാൻ ആലോചിക്കും. അയ്യോ, സമ്മതിച്ചു കൊടുക്കണം. സത്യം ആ ഒരു കപ്പിൾസിന് സമ്മതിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രഗിളാണത്. കുക്ക് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര സ്ട്രഗിളാണ്. സോ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ ആ ഒരു നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഫാമിലി സപ്പോർട്ട് ഇന്ത്യ തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയും. പക്ഷേ അവിടെ ഡ്രോബാക്സ് ഉണ്ട്. ഇപ്പം ഇന്ത്യയിലാകുമ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് നമ്മളെ കാര്യം നോക്കിയാൽ മതി. ആരുടെയും ഒപ്പീനിയൻസും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കേൾക്കണ്ട. ഇന്ത്യയിലാകുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും കുറേ ഒപ്പീനിയൻസ് ആയിട്ട്. പ്രസവിച്ചെടുക്കുമ്പോൾ വെളിയിറങ്ങിക്കൂടാ, അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ ചെയ്തുകൂടാ, ഒരു ആവശ്യമില്ലാത്ത ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാതെ നമ്മളെ പ്രാന്താക്കുക. അവർക്ക് തന്നെ അറിയാം പോസ്റ്റ്പാർട്ടമാണ് ഹാർഡസ്റ്റ് ഫേസ് ആണ്. എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ വന്ന് നമ്മളെ പ്രാന്താക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മുടെ ഒരു കസ്റ്റമിലുള്ളതാണ്. അങ്ങനെ അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. അതേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. നമ്പർ 5 എന്ന് പറയുന്നത് പോസ്റ്റ്പാർട്ടം കെയർ. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാനാണെങ്കിൽ ഒരു 14 ഡേ പോസ്റ്റ്പാർട്ടം കെയർ എടുത്തിട്ടുണ്ടായിരുന്നു ആയുർവേദയുടെ. എൻ്റെ വീട്ടിൽ വന്ന് ചെയ്യുന്ന ഹോം സർവീസ് ആയിരുന്നു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം അതെടുത്തതിന് ശേഷമാണ് എൻ്റെ നടുവേദനയൊക്കെ പോയത്. എനിക്ക് നല്ല നടുവേദന ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ തിരിയാൻ പറ്റത്തില്ലായിരുന്നു, അങ്ങനെ നടുവേദന ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു 14 ഡേയുടെ ട്രീറ്റ്മെൻറ്റിന് ശേഷം എൻ്റെ നടുവൊക്കെ അടിപൊളിയായി. എനിക്ക് നടുവേദന ഒന്നും പിന്നെ വന്നിട്ടില്ലായിരുന്നു. UK ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നും എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഫസ്റ്റ് പ്രസവമൊക്കെ ആണെങ്കിൽ ശരീരമൊക്കെ നല്ല ഉടഞ്ഞിരിക്കായിരിക്കും. നമുക്കത് ഭയങ്കര ആവശ്യമാണ് പോസ്റ്റ്പാർട്ടം നല്ലൊരു കെയർ. പോസ്റ്റ്പാർട്ടം കെയർ ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ ഭാവിയിൽ അത് നന്നായിട്ട് ബാധിക്കും. നമ്മളുടെ നടുവിനെ എല്ലാത്തിനും ബാധിക്കും. സോ UK നമുക്കത് കിട്ടത്തില്ല. നാട്ടിലാണെങ്കിൽ അത് കിട്ടും. വേറൊരു കോംപ്ലിക്കേഷനൊന്നും പോവാണ്ട് എനിക്ക് ഹെൽത്തി ആയിട്ടൊരു ബേബീനെ കിട്ടിയതൊക്കെ ഒരു പക്ഷേ ഞാൻ നാട്ടിൽ പോകണമെന്നുള്ള തീരുമാനം എടുത്തു. അത് എനിക്ക് ചിലപ്പോൾ അത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് എന്താണ് നല്ലത് അതേ നിങ്ങൾ ചെയ്യാവോ. നിങ്ങളുടെ തീരുമാനമാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് മദറിൻ്റെ തീരുമാനമാണ്. അവർക്ക് എന്താണ് കംഫർട്ടബിൾ അത് ചെയ്യുക. സോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ ഒപ്പീനിയൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇവിടെ പുതുതായിട്ട് സെറ്റിലായി പ്രസവിച്ചവരൊക്കെ എൻ്റെ അടുത്ത് ഇവിടെ തന്നെ പ്രസവിക്കാൻ പറയുന്നുണ്ട്.
പക്ഷെ വർഷങ്ങളായിട്ട് ഇവിടെ സെറ്റിലായ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ആൾക്കാരുണ്ട്. അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നാട്ടിൽ പോയി പ്രസവിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.